ഞാൻ 96-ൽ കപ്പൽ യാത്ര തുടങ്ങിയതാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ് ട്രെയിനിങ് കഴിഞ്ഞത്. അതിനുശേഷം ആദ്യമായിട്ട് ജൂനിയർ എഞ്ചിനീയറായിട്ട് പോകുന്ന വെസലെന്ന് പറയുന്നത് എറീക്കയാണ്. അപ്പോൾ എറീക്ക എന്ന് പറയുന്ന വെസൽ ഞാൻ ജോയിൻ ചെയ്തിട്ട് ഇറ്റലിയിലാണ് ജോയിൻ ചെയ്യുന്നത്. ഇറ്റലിയിൽ ജോയിൻ ചെയ്തതിന് ശേഷം കപ്പൽ ഇംഗ്ലീഷ് ചാനലിലൂടെ ഫ്രാൻസിലേക്ക് പോകുന്ന സമയത്ത് ആ ഇംഗ്ലീഷ് ചാനലിൽ വെച്ച് ആ കപ്പൽ മുങ്ങിപ്പോകാനുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് വരികയാണ്. അന്ന് ഏതാനും മിനിറ്റുകളിലൂടെ താമസിച്ചായിരുന്നെങ്കിൽ ഞങ്ങളൊരു 23 പേര് ഒരു പക്ഷേ ഈ ഭൂമിയിലുണ്ടായിരുന്നിരിക്കില്ല. ഞങ്ങൾ ആ ഒരു അരമണിക്കൂറും കൂടെ ഫ്രഞ്ച് നേവി വരാൻ താമസിച്ചിരുന്നെങ്കിൽ ഞങ്ങളാരും ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല. അങ്ങനെ ഫ്രഞ്ച് നേവി ഞങ്ങളെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. പക്ഷേ ആ കപ്പൽ അന്ന് ഇംഗ്ലീഷ് ചാനലിൽ വെച്ച് മുങ്ങിപ്പോയി. അത് നമുക്ക് എറീക്ക ഇൻസിഡൻറ്റ് നമുക്ക് നെറ്റിൽ നോക്കിയാൽ അറിയാൻ സാധിക്കും. കൈരളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1976-ൽ നമ്മുടെ ഇവിടെ നോർവേയിൽ ഉണ്ടാക്കിയ ഒരു കപ്പലാണ് കൈരളി എന്ന് പറയുന്നത്. അന്ന് അതിൻ്റെ പേര് ഒരു റോസ് സോഡ് ആയിരുന്നെന്നാണ് തോന്നുന്നത്. ആ കപ്പൽ നമ്മൾ ആ ഒരു 76-ൽ കേരളത്തിൻ്റെ അല്ലെങ്കിൽ പല സംസ്ഥാനങ്ങളുടെയും ഒരു ഡ്രീമായിരുന്നു ഒരു ഷിപ്പിംഗ് കമ്പനി തുടങ്ങുക എന്നുള്ളത്. കേരള തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മദ്രാസ് അല്ലെങ്കിൽ തമിഴ്നാട് അവരുടെ ഷിപ്പിംഗ് കമ്പനി തുടങ്ങിയിരുന്നു. അങ്ങനെയാണ് നോർവേയിൽ പോയി ഈ ഒരു കപ്പൽ മേടിച്ചുകൊണ്ട് വരുന്നത്. അന്ന് മേടിച്ചുകൊണ്ട് വന്ന് നമ്മളിവിടെ അവിടെ നോർവേയിൽ ഓടിക്കൊണ്ടിരുന്നത് ഏകദേശം ഒരു 8 വർഷത്തോളം നോർവേയിൽ ഓടിക്കൊണ്ടിരുന്നത് അതൊരു ഓയിൽ ടാങ്കറായിരുന്നു. നമ്മൾ അതിനെ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ബൾക്ക് ക്യാരിയറായിട്ട് മാറ്റി. അന്ന് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക് അല്ലെങ്കിൽ അതിന് പകരമായിട്ടാണ് കേരള ഷിപ്പിംഗ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി രൂപീകരിക്കുകയും അവർ അതിനെ ലോയിഡ്സ് രജിസ്റ്ററിൽ ഒരു ഷിപ്പ് വിദേശത്ത് പോകണമെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഷിപ്പിംഗ് രജിസ്റ്റർ IRS കൊണ്ട് മാത്രം ഒക്കത്തില്ല. അതിനെ ലോയിഡ്സ് രജിസ്റ്ററിലും രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ ആ ലോയിഡ്സ് രജിസ്റ്ററിൽ രജിസ്റ്റർ ചെയ്തു. അവർ വന്ന് ആ കപ്പലിന് ആവശ്യമായ സർവേകളെല്ലാം നടത്തി. അങ്ങനെ അതിനെ ഒരു ഓയിൽ ടാങ്കറായിരുന്ന കൈരളി എന്ന് പറയുന്നതിനെ ഒരു ബൾക്ക് ക്യാരിയറാക്കി മാറ്റി. ബൾക്ക് ക്യാരിയറാക്കി മാറ്റിയതിന് ശേഷം അന്ന് ഏതാണ്ട് 19,026 ടണ്ണാണ് അതിൻ്റെ ഡെഡ് വെയ്റ്റ് ആയിട്ട് തീരുമാനിച്ചിരുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ലോഡ് നമുക്ക് മാക്സിമം കയറ്റാവുന്ന ഒരു ലോഡായിട്ട് അന്ന് ലോയിഡ്സ് രജിസ്റ്റർ തീരുമാനിച്ചിരുന്നത്. അങ്ങനെ അതിനെ നമ്മളൊരു ജനറൽ ക്യാരിയർ ഷിപ്പായിട്ട് എടുക്കുകയും 1976 തൊട്ട് നമുക്ക് കൈരളിയിൽ ഈ കൈരളി എന്ന് പറയുന്ന ഷിപ്പ് കേരളത്തിന് വേണ്ടി ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ 1979-ലാണ് 3 വർഷം നമ്മൾ ഈ കപ്പൽ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ കർണാടകത്തിൽ നിന്നും മർമ്മഗോവയിൽ നിന്നും ഒരു അയണോർ എടുത്തുകൊണ്ട് ജർമ്മനിയിലും അല്ലെങ്കിൽ അന്ന് അയണോർ കൊണ്ടുപോയിക്കൊണ്ട് നമുക്കന്ന് അയണോറിനെ അയണാക്കാനുള്ള ഫെസിലിറ്റി ഉണ്ടായിരുന്നില്ല. അതിന് പകരം നമ്മൾ അയണോർ ജർമ്മനിയിൽ അല്ലെങ്കിൽ ജപ്പാനിൽ അല്ലെങ്കിൽ ബ്രസീൽ എന്നുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. ഇപ്പം നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഹൂസ്റ്റണിൽ നിന്ന് നാഫ്ത വളരെ കൂടുതൽ എമൗണ്ടായിട്ട് നമ്മുടെ ദഹേജിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അത് ഞങ്ങളുടെ കമ്പനികൾ കൊണ്ടുവരുന്നുണ്ട്. അന്ന് നമ്മളിപ്പം നാഫ്ത ഉണ്ടാക്കാത്തതുപോലെ അന്ന് ഹൂസ്റ്റണിൽ നിന്ന് വളരെ വില കുറച്ച് പല ഷിപ്പുകളും കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കുക. അതുപോലെ കേരളത്തിൽ നിന്നായാലും തമിഴ്നാട്ടിൽ നിന്നായാലും പല കപ്പലുകൾ എടുത്തിട്ട് അവർ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ അയൺ ഓർ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയി അവിടെ പ്രോസസ്സ് ചെയ്യുന്ന ഒരു പരിപാടി അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ ഷിപ്പിംഗ് കോർപ്പറേഷനും ഒരു കപ്പൽ മേടിച്ച് കൈരളി എന്ന പേര് ഇട്ടിട്ട് അതിനെ നമ്മൾ ഇങ്ങനൊരു യാത്ര തുടങ്ങാനായിട്ട് തുടങ്ങുന്നത്. 1979-ൽ ഈ കപ്പൽ മുങ്ങുമ്പോൾ ഏകദേശം 3 വർഷം ഈ കപ്പൽ അതിൻ്റെ സർവീസ് നടത്തിയിരുന്നു. കൈരളി എന്ന് പറയുന്ന കപ്പൽ ഒരു ഓയിൽ ടാങ്കറായിട്ടായിരുന്നു പോയത്. അതിനെ കൊണ്ടുവന്ന് ഒരു ബൾക്ക് ക്യാരിയറാക്കി മാറ്റി. എന്നിട്ട് ആ സമയത്ത് അതിന് ഹാച്ച് കവറൊക്കെ ഉണ്ടായിരുന്നു. ഹാച്ച് കവറിന് പല പോരായ്മകളുണ്ടായിരുന്നു. ഹാച്ച് കവറെല്ലാം മാറ്റി. ആ ടാങ്കിനും പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതെല്ലാം കുറേ നാൾ റിപ്പയർ ചെയ്തു. പിന്നെ ഫോർവേഡിലുണ്ടായിരുന്ന സ്റ്റീം ആങ്കറിങ് സിസ്റ്റം അതിൻ്റെ പ്രശ്നങ്ങൾ മാറ്റി. പിന്നെ അക്കോമഡേഷനിൽ കുറേ ഡോർസ് എല്ലാം അങ്ങനെ കുറേയേറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതെല്ലാം മാറ്റി നന്നാക്കിയതിന് ശേഷം ലോയിഡ്സിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷമാണ് നമ്മൾ അതിനെ സർവീസിൽ വിട്ടത്. ആ കപ്പൽ കുറേ നാൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു.
പക്ഷേ ആ ഒരു അവസാനത്തെ ആ ഒരു വോയേജ് തുടങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ റഡാർ എന്ന് പറയുന്ന ഒരു എക്യുപ്മെൻ്റ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് അതിൻ്റെ ക്യാപ്റ്റൻ കേരള ഷിപ്പിംഗ് കോർപ്പറേഷനോട് പലതരത്തിലും പറഞ്ഞു. ഈ റഡർ എന്ന് പറയുന്നതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കപ്പൽ പകൽ മാത്രമല്ല രാത്രിയിലും യാത്ര ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ആ രാത്രിയിൽ നമ്മുടെ ഓപ്പോസിറ്റായിട്ട് വരുന്ന കപ്പലുകളെയും ബോട്ടുകളെയൊക്കെ കാണണമെങ്കിൽ ഈ റഡറിൽ കൂടെ മാത്രമേ കാണാനൊക്കത്തുള്ളൂ. നമുക്കതിനെ ഒരു യന്ത്ര കണ്ണ് നമുക്ക് വിളിക്കാൻ ഒക്കും. ഇപ്പം നമ്മൾ പകൽ നമുക്കൊരു നോക്കിയാൽ നമ്മുടെ ഓപ്പോസിറ്റായിട്ടൊരു കപ്പൽ വരുന്നത് കാണാനൊക്കും, അല്ലെങ്കിൽ ഒരു ബോട്ട് വരുന്നത് കാണാനൊക്കും. പക്ഷേ രാത്രിയിൽ നമ്മളെന്തോ ചെയ്യും, നമ്മൾ കൊച്ചു വെട്ടങ്ങൾ മാത്രം ശ്രദ്ധിച്ചിരിക്കണം. അപ്പം നമുക്ക് ഏറ്റവും പ്രധാനം ആ ഒരു റഡറിൽ കൂടെ മാത്രമേ അത് കാണാനൊക്കത്തുള്ളൂ. റഡറിൽ കൂടെ നമുക്ക് അതിൻ്റെ സ്പീഡ് കാണാനൊക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഏത് ആംഗിളിലാണ് ആ ഷിപ്പ് പോകുന്നത് എല്ലാം നമുക്ക് കാണാനൊക്കും. പക്ഷേ ഈ കൈരളി എന്ന കപ്പലിന് 1979 അവസാനത്തെ യാത്ര തുടങ്ങുന്നതിന് മുമ്പേ അതിൻ്റെ റഡാർ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇത് നന്നാക്കിയതിന് ശേഷമേ യാത്ര തുടങ്ങാൻ ഒക്കത്തുള്ളൂ എന്ന് അന്നുണ്ടായിരുന്ന MD-യോട് നമ്മുടെ ക്യാപ്റ്റൻ പറയുന്നുണ്ട്. പക്ഷേ അന്ന് ഈ ഷിപ്പിംഗ് കോർപ്പറേഷൻ 3 വർഷമായി ഓടിയിട്ട് നമ്മൾ വിചാരിച്ചതുപോലെ അതൊരു പ്രോഫിറ്റിലല്ലായിരുന്നു ആ സമയത്ത് ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇനിയും ഒരു റഡാർ നന്നാക്കി അന്ന് ആ റഡാറിൻ്റെ എക്യുപ്മെൻറ്റ്സ് എല്ലാം ജപ്പാനിൽ നിന്ന് വരണം. അപ്പോൾ ജപ്പാനിൽ നിന്ന് വരണമെങ്കിൽ അപ്പോൾ ഏകദേശം ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച ഇനിയും എടുക്കും. ആ സമയത്ത് ഇനിയും ഒരു 2 ആഴ്ചയും കൂടെ കംപ്ലീറ്റ് ആയിട്ട് ലോഡ് ചെയ്ത ഒരു ഷിപ്പ് അവിടെ കിടക്കുക എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അത് വീണ്ടും കൂടുതൽ നഷ്ടത്തിലേക്ക് ഷിപ്പിംഗ് കോർപ്പറേഷന് വരും. അതിന് പകരം ഷിപ്പിംഗ് കോർപ്പറേഷൻ നമ്മുടെ ക്യാപ്റ്റനെ പ്രഷറൈസ് ചെയ്യുകയും ഷിപ്പ് സെയിൽ ഔട്ട് ആവുകയായിരുന്നു. അങ്ങനെയായിരുന്നു തുടങ്ങിയത്. അപ്പം നമുക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പം ക്യാപ്റ്റൻ്റെ വൈഫ് അന്ന് നാട്ടിലുണ്ടായിരുന്നു. പുള്ളിക്കാരി അന്ന് ഷിപ്പിംഗ് കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ ഈ ക്യാപ്റ്റൻ അയച്ച ഒരു കത്തുമായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് ക്യാപ്റ്റൻ പറയുന്നുണ്ട്, ഞങ്ങൾ സെയിൽ ചെയ്യത്തില്ല, ഇവിടെ ആങ്കർ ചെയ്യും, ആങ്കർ ചെയ്തതിന് ശേഷം ഈ റഡാർ നന്നാക്കിയതിന് ശേഷം മാത്രമേ ഞങ്ങൾ യാത്ര തുടങ്ങത്തുള്ളൂ. പക്ഷേ അത് സംഭവിക്കാതെ കപ്പൽ യാത്ര ചെയ്തു. അതാണ് ആദ്യമായി ഏറ്റവും വലിയ ഒരു ഫാക്ടർ. അപ്പം ആ അപകടത്തിൽ പെടാനുള്ള രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത്, അന്ന് കൈരളിയുടെ ഞാൻ ആദ്യമേ പറഞ്ഞു 19,026 ടണ്ണാണ് അതിൻ്റെ കേവ് ഭാരം തീരുമാനിച്ചിരുന്നത്. പക്ഷേ അന്ന് നമ്മുടെ അന്നത്തെ കേരള ഷിപ്പിംഗ് കോർപ്പറേഷൻ അറിഞ്ഞുകൊണ്ട് തന്നെ ഏതാണ്ട് 10% ഏതാണ്ട് 1000 മേളിൽ ടണ്ണിന് അധികം കാർഗോ കയറ്റി. അപ്പോൾ ആ ഷിപ്പ് ഏകദേശം 8 ദിവസം കഴിഞ്ഞ് ജിബൂട്ടിയിൽ ഇന്ധനം നിറയ്ക്കാനായിട്ടാണ് തീരുമാനിച്ചിരുന്നത്. അപ്പം ഒരു ഷിപ്പ് 8 ദിവസത്തേക്കിനുള്ള ഇന്ധനമേ ആ കപ്പലിലുള്ളൂ. പക്ഷേ അധിക ഭാരം കയറ്റിയത് കൊണ്ട് അവർക്ക് 7 ദിവസമോ 6.5 ദിവസമോ യാത്ര ചെയ്യാൻ ഒത്തുള്ളൂ. അപ്പോൾ ഈ ഒരു 2 ഫാക്ടറുകളാണ് കപ്പലിനെ അപകടത്തിലേക്ക് കൊണ്ടുപോയത്. ഒന്ന്, അധിക ഭാരം കയറ്റി. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഈ ഒരു റഡർ പ്രവർത്തനക്ഷമമായിരുന്നില്ല. റഡർ നമുക്കൊരു പക്ഷേ ആളുകൾ കൂടുതൽ പരിശ്രമിച്ചാൽ, അല്ലെങ്കിൽ ആളുകൾ രാത്രിയിലും പകലുമൊക്കെ കടലിലേക്ക് നോക്കി നിന്നാൽ ആ ഒരു റഡറിൻ്റെ പോരായ്മ നമുക്ക് പരിഹരിക്കാനൊക്കും. പക്ഷേ ഒരു കപ്പലിന് ഇന്ധനമില്ലെങ്കിൽ നമുക്ക് എങ്ങനെ അതിന് മുമ്പോട്ട് പോകും? അങ്ങനെ അതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് പകരം വേറെ ഒരു സ്ഥാനത്ത്, അല്ലെങ്കിൽ ജിബൂട്ടിയിൽ എത്തുന്നതിന് പകരം സുക്കോത്ര എന്ന ഒരു ഐലൻഡ് തീരത്ത് ഈ സൊമാലിയൻ പൈറേറ്റ്സ് ഉള്ള ഒരു സ്ഥലത്ത് ചെന്ന് അത് നങ്കൂരം ഇടേണ്ടതായിട്ട് വന്നു.